എങ്ങനെയുണ്ട് മമ്മി ബർത്ത്ഡേ ഡ്രസ്സിൽ എന്നെ കാണാൻ? സ്റ്റണ്ണിറ്റിയെ കുട്ടി, ശരിക്കും നിന്നെ കാണാൻ ഒരു പ്രിൻസസിനെ പോലെയുണ്ട്. കണ്ണ് എടുക്കാനേ തോന്നുന്നില്ല. ആ നീതു നിത്യം കുണിക്കും കുണുക്കനൊക്കെ വരില്ലേ മമ്മി? എന്റെ ഡ്രസ്സ് കണ്ട് അവര് കൊതിക്കില്ലേ? തീർച്ചയായിട്ടും അവർ വരും തീയെ കുട്ടി. ഇതിന്റെ റേറ്റ് കേട്ടാൽ അവര് നെട്ടുകയും ചെയ്യും. വലിയ മമ്മി, എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഡ്രസ്സൊക്കെ കൊള്ളാൻ തീയെ കുട്ടി, സൂപ്പറാണ്. പക്ഷേ ഇതുപോലൊരു ഫംഗ്ഷൻ ഈ ഒരു ഡ്രസ്സല്ല നീ ഇടേണ്ടത്. എന്ത് പറ്റി മമ്മി? 35,000 ആണ് ഈ ഡ്രസ്സിന്റെ കോസ്റ്റ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോണൊക്കെ ഇമ്പോർട്ടഡ് ആണ്. ഡ്രസ്സിന്റെ റേറ്റിലല്ല കാര്യം, ആൾക്കാർ ഇവളെ കണ്ട ഉടനെ കണ്ണ് തള്ളണം. അങ്ങനെയെങ്കിൽ ശരിക്കും ഇവളൊരു പ്രിൻസസ് ഡ്രസ്സ് തന്നെ ഇടണം. മമ്മി, ഈ ലാസ്റ്റ് മിനിറ്റിൽ ഞാനിപ്പോ ഇത് മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ. എനിക്കറിയാം പിങ്കിമോളെ, നിനക്ക് ഈ ഡ്രസ്സേ റെഡിയാക്കാൻ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇവക്ക് വേണ്ടി ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നേരാണ് മമ്മി, വേറെ ഡ്രസ്സ് കൊണ്ടുവന്നു. അതെ ടീ കുട്ടി, ഇങ്ങ് വാ, വലിയ മമ്മി അത് ഇട്ട് തരാം. മമ്മിയുടെ സെലക്ഷൻ സൂപ്പർ മമ്മി. ഈ ഉടുപ്പ് അതിലും അടിപൊളിയായിട്ടുണ്ട്. ടീക്കുട്ടി, യു ലുക്ക് ലൈക്ക് എക്സാക്ട്ലി എ പ്രിൻസസ്. ഇല്ല ടീക്കുട്ടി, നീ ഇപ്പോഴും പ്രിൻസസ് ആയിട്ടില്ല. പ്രിൻസസ് ആവണമെങ്കിൽ തലയിൽ ഒരു ക്രൗൺ കൂടി വേണം. മമ്മി, ഇത് എങ്ങനെയുണ്ട്? സൂപ്പർ ടീക്കുട്ടി, പ്രിൻസസ് ടീക്കുട്ടി. ഇതാണ് വലിയ മമ്മിയുടെ നിനക്കുള്ള ഗിഫ്റ്റ്. ഇത് ഒറിജിനൽ ഡയമണ്ടിന്റെ ക്രൗണാ. ഡയമണ്ടോ? താങ്ക് യു വലിയ മമ്മി. എന്തിനാണ് ടീക്കുട്ടി താങ്ക് യു പറയണേ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? മമ്മി, നമ്മുടെ ഗസ്റ്റ് ഒക്കെ എപ്പോഴാ വരിക? എനിക്ക് ഈ ക്രൗണും ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരുടെ മുമ്പിൽ സ്റ്റൈല് കാണിക്കണം. എല്ലാരും എന്നെ കണ്ട് കൊതിക്കണം. അതിന് സമയാകുന്നതേ ഉള്ളൂ ടീക്കുട്ടി. എല്ലാരും ഇപ്പൊ ഇങ്ങ് എത്തും. എനിക്ക് ആ ടീക്കുട്ടിയുടെ വീട്ടിലേക്ക് ബർത്ത്ഡേ പോകാനായിട്ട് ഒരു ആഗ്രഹവും ഇല്ല. പിന്നെ നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ റെഡിയായേ. എടി നീതുമോളെ, മണ്ടത്തരം പറയല്ലേ. നമുക്ക് അവരുടെ വീടിന്റെ ഉള്ളിൽ കയറാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ? നമുക്ക് പതിയെ കയറി അവിടെ എങ്ങനെയൊക്കെ നോക്കാം. പണിയെടുക്കും. അതോർത്തിട്ടാ ഞാൻ പോകുന്നേ. മക്കളെ പോകാം, അച്ഛൻ കട അടിച്ചിട്ട് അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. അമ്മ, ഞാൻ റെഡിയാ. അങ്ങനെയുണ്ട്. എന്താടി കുണിക്ക്, നീ ഈ ഉടുപ്പിട്ടാണോ റെഡിയായത്? ഇത് കഴിഞ്ഞ കൊല്ലം നിന്റെ ബർത്ത്ഡേക്ക് എടുത്തതല്ലേ? അതിലെന്താ അമ്മ, കൊള്ളൂലേ? ഉടുപ്പിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത് ഇത്തിരി ഓവറായി പോയില്ലേ? ഇതിപ്പോ കണ്ട ഇവളുടെ ബർത്ത്ഡേ ആണെന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവളെ കൊണ്ട് ഞങ്ങൾ ഈ ഉടുപ്പ് ഇടിച്ചത്. എന്തിനാ നീതു ഇങ്ങനെയൊക്കെ? അതൊന്നും വേണ്ട, കുണിക്ക് വേറെ ഉടുപ്പിട്. ആ കുട്ടിയുടെ അല്ലേ ബർത്ത്ഡേ, അപ്പൊ ഏറ്റവും നന്നായിട്ട് റെഡിയായി ആ കുട്ടി തന്നെ നിൽക്കട്ടെ. എന്നെ നോക്കി, എനിക്ക് എന്തോരം നല്ല സാരി ഉണ്ട്. എന്നിട്ട് ഞാൻ സാധാരണ ഈ കോട്ടൺ സാരി ഉടുത്തത് എന്താ? വേറൊരാളുടെ പരിപാടിയല്ലേ, നമ്മുടെ വീടിനടുത്തല്ലേ, കുറച്ചൊക്കെ റെഡിയായാൽ മതി. അവൾ ഇടട്ടെ, കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന അലമാരി വെക്കാനാണോ? ഇനി ഇത് എപ്പോ ഇടാനാണ്? ദേ പിള്ളേരെ, ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ തീയക്കുട്ടി തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, സമ്മതിച്ചു. പക്ഷെ അവളും അവളുടെ മമ്മിയും കൂടി നമ്മുടെ വീട്ടിൽ വന്ന് വിളിച്ചതാ ബർത്ത്ഡേ. നമ്മൾ അതിന്റെ മര്യാദ കാണിക്കണം. അവിടെ പോയിട്ട് അലമ്പൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. നമുക്ക് ഇറങ്ങാം. എന്താ ചേച്ചി ഈ ഉടുപ്പിന് കുഴപ്പം? ഒരു കുഴപ്പമില്ലടി കുണിക്ക്, ഒരു പ്രശ്നമുണ്ട്. ഈ ഉടുപ്പ് കണ്ടാലേ നിന്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നും. അങ്ങനെ തീയക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് അവൾ എന്തായാലും നല്ല അടിപൊളി ഉടുപ്പായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് നീ ഈ ഉടുപ്പ് മാറണ്ട, നീ അവളുടെ ഒപ്പത്തിനൊപ്പം നിൽക്കട്ടെ. നമുക്കെന്നെ ഇറങ്ങാം മക്കളെ. കുറച്ച് നേരത്തെ ചെന്നാ എന്തെങ്കിലും ജോലിയിൽ ഹെൽപ്പ് ചെയ്യുകയും കൂടി ചെയ്യാമല്ലോ. അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടല്ലേ അമ്മ ഇവിടെ വന്ന് സാരിയൊക്കെ മാറിയത്? ഇനിയും ജോലിയുണ്ടോ? എല്ലാം മോഡലാണ് പുറത്തുനിന്ന്, എന്നാലും എന്തെങ്കിലുമൊക്കെ കാണും മോളെ. ഇതമ്മക്ക് നേരത്തെ ജോലി ചെയ്ത വീട്ടിൽ ആന്റി തന്നതാ. ആ ഗൾഫിൽ പോയ ആന്റി ഇല്ലേ, അമ്മ ഉടുക്കാതെ വെച്ചിരുന്നതാ. അവിടെ നല്ല വലിയ പണക്കാരൊക്കെ വരുന്നതല്ലേ, കുറച്ച് വൃത്തിയിൽ പോകണ്ടേ, അതുകൊണ്ട് എടുത്തതാ. കൊള്ളാല്ലേ? നല്ല ഭംഗിയുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മേ. പേടിയോ? എന്തിനാ കാത്തു നീ പേടിക്കുന്നേ? നമ്മൾ ഇത്രയും നല്ല ഉടുപ്പിട്ടൊക്കെ ചെല്ലുമ്പോ അവർക്ക് ഇഷ്ടാകുവോ? ഈ ഉടുപ്പ് ക്രിസ്മസ് സെലിബ്രേഷൻ ഇട്ട് ഞാൻ ചെന്നിട്ടല്ലേ തീയക്കുട്ടി എന്നോട് വഴക്കിന് വന്നത്. ചൊക്കിയാണെങ്കിൽ നല്ല ഭംഗിയല്ല, യെല്ലോ ഫ്രോക്ക് അല്ലേ ഇട്ടേക്കണേ. നീതി ചേച്ചി മേടിച്ചു തന്നതാന്ന് അവിടെ പറഞ്ഞേക്കല്ലേ കേട്ടോ. അവർക്ക് അല്ലെങ്കിൽ അവരെ ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം കൂടും. അവരെന്താമേ ഇങ്ങനെ? നമുക്ക് നല്ലൊരു ഉടുപ്പിട്ട് പോലും ചെല്ലാൻ വയ്യേ. ഇന്നെന്തായാലും അവർക്ക് നമ്മളെ ശ്രദ്ധിക്കാമെന്ന സമയം കിട്ടൂല. 1000 പേർക്കുള്ള ഫംഗ്ഷനാ. ആ വീട് നീ ഒന്ന് കാണണം. എന്തൊരു ഡെക്കറേഷൻ ആണെന്ന് അറിയാവോ? എന്തായാലും നമ്മൾ അതിൽ വെറും 3 പേര്. അതുകൊണ്ട് മക്കളുടെ ഡ്രസ്സൊന്നും അവര് ശ്രദ്ധിക്കൂല. നമുക്കെന്നാ വേഗം പോകാം. ഇപ്പൊ നടന്നാ നമുക്ക് വേഗം എത്താം. ഹായ് പിങ്കു. ഹായ് സ്റ്റെല്ല, നീ വന്നോ? നിന്നെ ബർത്ത്ഡേ വിളിക്കുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ കൊറിയന്ന് ഇങ്ങോട്ട് വരുമെന്ന്. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി. നിനക്കറിയാലോ പിങ്കു, ഞാൻ നല്ല തിരക്കിലാണ്. പക്ഷേ ടീയക്കുട്ടിയുടെ കാര്യമായതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. നീ വിളിച്ചില്ലേ, ഞാൻ വന്നു. എവിടെ നമ്മുടെ ടീയക്കുട്ടി?
അവൾ അകത്തുണ്ട്, ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് നിൽക്കുക. ഞാനിവിടെ ആൾക്കാരെ വെൽക്കം ചെയ്യാൻ നിൽക്കാന്ന് കരുതി. നീ എന്തായാലും അകത്തേക്ക് കയറൂ കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചിട്ട് അകത്തേക്ക് കയറിയാൽ മതി. ഓഫ് കോഴ്സ് പിങ്കു, ഞാൻ ആദ്യം എൻ്റെ ടീക്കുട്ടീനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ ഓക്കെ ഡിയർ. മാഡം കെട്ടി ഒരുങ്ങി വരാൻ വേണ്ടിയിട്ടാണോ ഡി എല്ലാ ജോലിയും കഴിഞ്ഞെന്ന് പറഞ്ഞ് ഉച്ചക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയത്? അല്ല മാഡം, ശരിക്കും എല്ലാ ജോലി തീർത്തിട്ടാ ഞാൻ പോയത്. ബർത്ത്ഡേ മാഡം വിളിച്ചല്ലോ, അതുകൊണ്ട് വന്നതാ. ബർത്ത്ഡേ ഞാൻ നിന്നെ വിളിച്ചതേ ഇങ്ങനെ കെട്ടി ഒരുങ്ങി ഒന്ന് ആഘോഷിക്കാനല്ല. ഇവിടെ എന്തോരം ജോലിയുണ്ടെന്ന് അറിയാവോ? അതൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടിട്ടാ. എല്ലാ ഫുഡും പുറത്തുനിന്നല്ലേ ഓർഡർ ചെയ്തത്, വേറെ ജോലിയൊന്നും ഇല്ലെന്നാ ഞാൻ കരുതിയത്. ഓ, ഒരു സർവന്റിന് വരാൻ പറ്റിയ കോലത്തിലാണോ നീ വന്നേക്കണേ? നിനക്ക് ഇതൊക്കെ വാങ്ങാൻ എവിടെന്നാ പൈസ? കുട്ടികൾ നല്ല ഉടുപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ അധ്വാനിച്ച് വാങ്ങിയതാണ് മാഡം. മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇന്നേ എന്റെ വീട്ടിലെ എന്റെ മോളുടെ തീയക്കുട്ടിയുടെ ബർത്ത്ഡേയാ, അല്ലാതെ നിന്റെ മക്കളുടെ അല്ല. പാർട്ടി വെയറും ആരൊക്കെയോ ദാനം കൊടുത്ത പാർട്ടി വെയറും ഇട്ടോണ്ട് വന്നിരിക്കുന്നു. ചെല്ല്, ഇവരുടെ ഡ്രസ്സൊക്കെ മാറ്. നീയും മാറിക്കോ, എന്നാലല്ലേ ഇവിടെ വല്ല ഹെൽപ്പും ചെയ്യാൻ പറ്റൂ. പട്ടുസാരിയും ചുറ്റി നിന്നാ പിന്നെ നിനക്ക് അടുക്കളയിൽ പണിയൊന്നും ചെയ്യണ്ടല്ലോ. ആഹാ, ഇതാരാ? നീതുമോള് നിത്യയോ? വരണം. എന്റെ മോളോടുള്ള പ്രശ്നം കൊണ്ട് നിങ്ങൾ വരില്ലെന്നാ ഞാൻ കരുതിയത്. നിങ്ങൾ വന്നത് നന്നായി. അകത്തേക്ക് കയറിയിരിക്കും, വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. ശരി ആന്റി. ഓ എന്റെ മക്കളെ, നിങ്ങൾ ഇങ്ങനെ റിച്ച് പീപ്പിളിന്റെ പാർട്ടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല അല്ലേ? അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചേ? 1000 പേര് പങ്കെടുക്കുന്ന അടിപൊളി ഫംഗ്ഷനാണിത്. ഫുഡിന് മാത്രം ലക്ഷങ്ങളാണ് ഞങ്ങൾ മുടക്കിയിരിക്കുന്നത്. ഈ ഡെക്കറേഷൻ, ഫോട്ടോഷൂട്ട്, വീഡിയോ, എന്തൊക്കെ സെറ്റിങ്സ് ആണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയോ? അങ്ങനെ ഒരു ഫംഗ്ഷന് വരുമ്പോൾ മിനിമം ഒരു നല്ല ഉടുപ്പെങ്കിലും ഇടണ്ടേ മക്കളെ? ഇതിപ്പോ 2 പേരും വീട്ടിലിടുന്ന ഉടുപ്പ് പോലെയുണ്ട്. ഇത് നിങ്ങളുടെ പുതിയ ഉടുപ്പ് ആന്റി? ഓ അറിയാം. നിങ്ങളുടെ അച്ഛൻ്റെ തുച്ഛയുടെ വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തേക്കല്ലേ വാങ്ങാൻ പറ്റൂ. സാരയില്ല മക്കളെ, എന്ത് ചെയ്യാം, നിങ്ങളുടെ വിധി. അല്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് 2 പേര് മാത്രം വന്നുള്ളോ? അമ്മയും കുണുക്കനും കുണിക്കൊന്നും വന്നില്ലേ? ഓ, കുണിക്ക് വരാനും നന്നായി. എൻ്റെ ടീയക്കുട്ടിയുടെ ബർത്ത്ഡേ ഉടുപ്പേ ഒരു മാലാഖയുടെ പോലെയാ. എത്ര രൂപയാണ് ആ ഉടുപ്പെന്നറിയോ? അന്ന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. ആ ഉടുപ്പൊക്കെ കണ്ട ആ കുണിക്ക് കൊതിക്കും. പിന്നെ ഇവിടെ കിടന്ന് കരച്ചിലാകും, അടിപിടിയാകും. അതുകൊണ്ട് അവള് വരാനും നന്നായി. അവളകത്തുണ്ട്. അല്ല, ഇതേതാ ഈ ഉടുപ്പ്? ആ കൊള്ളാം, നിങ്ങൾ അകത്തേക്ക് അല്ലേ? നാശം പിടിച്ച കൊച്ച്, ഇതിന്റെ സെയിം പച്ച തന്നെയാണല്ലോ ടീയക്കുട്ടി ഇട്ടേക്കുന്നത്. ദൈവമേ, ടീയക്കുട്ടിയുടെ കയ്യിൽ എനിക്കിട്ട് കിട്ടും, വല്യമ്മക്കിട്ടും കിട്ടും. എന്താകോ എന്തോ, നാളെ കാണാം.